നമസ്കാരം. ഹായ്. കുറേ ദിവസമായിട്ട് നമ്മളെ കണ്ടിട്ട് അന്നേരം ഒരു വീഡിയോ ആയിട്ട് വരാമെന്ന് വിചാരിച്ചു. നമുക്ക് കുറേ ഗിഫ്റ്റ് കിട്ടിയിട്ടുണ്ട്. കുവൈറ്റിൽ നിന്ന് ഹസ്ബൻഡ് കൊടുത്തിട്ട് കുറേ ഗിഫ്റ്റ് കിട്ടിയിട്ടുണ്ട്. പിന്നെ നാത്തൂനും അല്ലെങ്കിൽ അവർ ഫാമിലിയായിട്ട് നാട്ടിൽ വന്നിട്ടുണ്ട്. അന്നേരം ഇന്നലെ അവരിവിടെ വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ കുറേ ഗിഫ്റ്റ് കിട്ടിയിട്ടുണ്ട്. ഗിഫ്റ്റ് എന്ന് പറയുന്നത് കുവൈറ്റിലെ സാധനങ്ങൾ അറിയാമല്ലോ. നമുക്ക് നാട്ടിലുള്ളവർക്ക് ഗൾഫിൽ നിന്നൊക്കെ കൊടുത്തു വിടുന്ന അതെല്ലാം ഗിഫ്റ്റുകളാണ് കേട്ടോ. അന്നേരം സാധനങ്ങളൊക്കെ കണ്ടാലോ, സാധനങ്ങളാണ്. പിന്നെ പിള്ളേർക്കുള്ള കളിപ്പാട്ടം ഒക്കെ ഉണ്ട്, നമുക്ക് കാണിക്കാം കേട്ടോ. പിന്നെ കളിപ്പാട്ടത്തിലോട്ട് പോകാം കേട്ടോ. മോനും മോക്കൂടെ കൊണ്ടുവന്നത് ഇത് ബൈനോക്കുലറാണ്, അറിയാമല്ലോ, ബൈനോക്കുലർ. പിന്നെ പിള്ളേർക്ക് വരുന്ന കുഞ്ഞു കുഞ്ഞു സാധനങ്ങളൊക്കെ ഉണ്ട്. മോൾക്ക് വേണ്ടിയിട്ട് ബോയ്, ഇത് ഇങ്ങനെയുള്ള ടൈപ്പ് ചെറിയൻ ബോ, ഇങ്ങനെ ബോയ്. പിന്നെ ബ്രഷ്, എന്താ ബ്രഷ്, അങ്ങനെയുള്ള അടുത്ത ബോയ്. കുഞ്ഞു ഇത് മോന് കളർ അടിച്ച് വരുന്നുള്ളൂ. ഒരു 3 വയസ്സായതുള്ളൂ. അതിന് കളറൊക്കെ അടിക്കാൻ വേണ്ടിയിട്ട് ഒരു ക്രയോൺസ്, അതിൻ്റെ കളർ ബുക്കുമാണ്. പിന്നെ 2 പേർക്കുള്ള കണ്ണാടി, കൂളിംഗ് ഗ്ലാസ്സുകളുള്ള കൂളിംഗ് ഗ്ലാസ്. അങ്ങനെ കുഞ്ഞുങ്ങൾക്ക് വേണം നല്ല കളിപ്പാട്ടങ്ങളുണ്ടല്ലോ. ഇതെല്ലാം നാത്തൂൻ്റെ വകയാണ്. പിന്നെ അവന് വേണ്ടിയിട്ട് കാറ്. പിന്നെ മോൾക്ക് വേണ്ടിയിട്ടുള്ള സ്ലൈഡ്, എന്തോ കവർന്നൊക്കെ കിടപ്പുണ്ട്, സ്ലൈഡ്, തലേ കുത്തി സ്ലൈഡ്. പിന്നെ കുഞ്ഞി ബണ്ണുകൾ. പിന്നെ 2 സൈഡിലിങ്ങനെ പിള്ളേർക്ക് പിള്ളേർക്ക് കൊമ്പ് കെട്ടി കൊടുക്കത്തില്ലേ, അങ്ങനെയുള്ള കുഞ്ഞു കുഞ്ഞു സ്ലൈഡുകൾ. അതാണ് അതിനകത്ത് അത്ര വരുന്നത് കേട്ടോ. ഇതെല്ലാം പിള്ളേർക്ക് വേണ്ടിയിട്ടുള്ള കളിപ്പാട്ടങ്ങളും പിന്നെ ആക്സസറീസും ഒക്കെ ആയിട്ട് കേട്ടോ. പിന്നെ ഉള്ളത് നമുക്ക് ഡ്രസ്സ് കുറച്ചുണ്ട്, അത് കാണാം. ഇത് ഓട്സ്, പിന്നെ ഇത് പീനട്ട് ബട്ടർ, നമ്മുടെ ബ്രെഡിലൊക്കെ തേച്ച് കഴിക്കാൻ പറ്റുന്ന പീനട്ട് ബട്ടർ. പിന്നെ ഇത് അവർക്ക് എപ്പോഴും കിട്ടുന്നതാണ് കേട്ടോ അവിടെ. ഇത് പാൽപ്പൊടിയാണ്, കിട്ടുന്നതാണ്. ഇത് പിന്നെ മാഗി അറിയാലോ, മാഗി, ചിക്കൻ ഫ്ലവർ, നൂഡിൽസ് മാഗി. പിന്നെ ഹസ്ബൻഡ് കുറേ സ്വീറ്റ്സ് കിട്ടിയിട്ടുണ്ട്. ഇത് നമ്മുടെ ഈ കുഞ്ഞു മിഠായിക്കാണ്. കുറച്ച് പിള്ളേരൊക്കെയല്ലേ, പിള്ളേർ നല്ല ക്ഷമപ്പെട്ട് കുറച്ചൊക്കെ ഞങ്ങൾ മിഠായി പൊട്ടിച്ച് കൊടുക്കും. ഇത് കുഞ്ഞു കുഞ്ഞു മിഠായിസ്, നമ്മുടെ പുളിമിഠായി പോലുള്ള ചെറിയ മിഠായിസ് ഉണ്ട്. പിന്നെ പിള്ളേർക്ക് വേണ്ടിയിട്ട് കുറേ മിഠായി കൊടുത്ത് വെച്ചിട്ടുണ്ട് ഹസ്ബൻഡ്. ചേച്ചിയും കുറേ സാധനങ്ങൾ ഇങ്ങനെ നമ്മുടെ വീട്ടിലോട്ട് വരുന്ന സാധനങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. ഇതും മിഠായി, ഇതും പൊട്ടിച്ചത്, ഇതിങ്ങനെയുള്ള മിഠായിസ്, ചോക്ലേറ്റ്. ഇതിനകത്ത് പിസ്ത വരുന്നത്, നമ്മുടെ കുനാഫ പോലെ വൈറ്റ് ചോക്ലേറ്റിനകത്ത് പിസ്തയുടെ ഫില്ലിങ് വരുന്നതാണ്. അതാണ് അത് ചോക്ലേറ്റാണ്, ചോക്ലേറ്റ്. ഇത് നമ്മുടെ സൂര്യകാന്തിയുടെ അരി. ഇത് മിക്സഡ് ഫ്രൂട്ടിൻ്റെ പിസ്ത എല്ലാം ഉണ്ട് കേട്ടോ. വാൾനട്ട്, മുന്തിരിങ്ങ, ബദാം, പിന്നെ അണ്ടിപ്പരിപ്പ്, അങ്ങനെ മിക്സഡ് ഫ്രൂട്ട്. ഇത് നമ്മുടെ കോക്കനട്ട് ഇങ്ങനെ ചോക്ലേറ്റിനകത്ത് കോക്കനട്ടിൻ്റെ ഫില്ലിങ് വരുന്ന ബൗണ്ടി എന്ന് പറയുന്ന ചോക്ലേറ്റ്. ഇത് നമ്മുടെ മട്ടയുടെ അരിയുടെ കൂട്ടുള്ളതാണ്. ഇത് ഓട്സിനകത്തൊക്കെ ഇങ്ങനെ ന്യൂട്രീഷ് ഫുഡ് കഴിക്കുന്നവർക്ക് ഈ ഓട്സിനകത്തൊക്കെ ഇട്ട് കുടിക്കാൻ നല്ലതാണ്. ഇത് മട്ടയുടെയാണ്. ഇത് ബദാം, ഇത് സെപ്പറേറ്റ് ബദാം, പിസ്ത, അങ്ങനെ കുറേ. പിന്നെ ഇത് നമ്മുടെ കിറ്റ്. ഇത് നമ്മുടെ ഇതാണ് കേട്ടോ, എന്തുവാ ഇത് നമ്മുടെ ഇതല്ലേ, എന്താണ് പറയുന്നത്, ഞാൻ പേര് എനിക്ക് കിട്ടുന്നില്ല, പേര് അറിയാമായിരുന്നു. നമ്മുടെ ടേസ്റ്റ് ഓഫ് നേച്ചർ, ഇതിൻ്റെ പേര് മറന്നുപോയി, ഞാൻ എപ്പോഴേലും പറയുമ്പോൾ അറിയാം കേട്ടോ. ഇത് ഡ്രൈ ഫിക്സ്, ഇത് നമ്മുടെ ഇത് എന്തുവാ അറിയാം, ഞാൻ പറയാം കേട്ടോ, ഓർമ്മ വരുമ്പോൾ പറയാം കേട്ടോ. ഇതും നല്ലൊരു മിഠായിയാണ് കേട്ടോ. ഇതെല്ലാം മറ്റേ ചോക്ലേറ്റിനകത്ത് ഇങ്ങനെ മുറിച്ച് ബിസ്ക്കറ്റ് പോലെ വരുന്നത്, അതാണ് കേട്ടോ. അറിയാമല്ലോ, കണ്ടിട്ടുള്ളവർക്ക് അറിയാം. ഇതൊക്കെയാണ് ഞങ്ങൾക്ക് കിട്ടിയ ഗിഫ്റ്റുകൾ. പിന്നെ ഇത് മിഠായി, ഇതെല്ലാം പിള്ളേർക്ക് വേണ്ടിയിട്ടാണ്. പിള്ളേർക്ക് മിഠായി എത്ര കിട്ടിയാലും മതിയായിരുന്നു, പിള്ളേർക്കൊക്കെയുള്ള അതിനകത്തുള്ളത് കേട്ടോ. പിന്നെ ഇനിയുള്ളത് കുറച്ച് ഡ്രസ്സാണ് കേട്ടോ, കാണിക്കാം.
ഇത് മോൾക്കുള്ളതാണ് കേട്ടോ. ഇത് മോള് ഇപ്പം 1ാം ക്ലാസ് പഠിക്കുന്നുള്ളൂ. ഇവർക്ക് വലുതാകുമ്പോൾ ഇടാൻ വേണ്ടിയിട്ട് അവർ ഇപ്പം ഞാൻ വലുതായി വരുമല്ലേ പിള്ളേരില്ല. അന്നേരം ഇത് അതിനുള്ള ജീൻസ് കേട്ടോ, വർക്കൊക്കെ ഇങ്ങനെ വരുന്നത്, ഫ്രണ്ടി വർക്ക് വരുന്നത് ജീൻസ്. പിന്നെ ഇതും ഡ്രസ്സാണ് കേട്ടോ, പാൻറ്റ്. ഇങ്ങനെയുള്ള പാൻറ്റും ഉണ്ട്, പുള്ളി പാൻറ്റ്, അതിനുള്ള ഉടുപ്പും ഉണ്ട് കേട്ടോ. അതിൻ്റെ ഉടുപ്പ് നമ്മുടെ നൈറ്റ് ഡ്രസ്സ് പോലൊക്കെ തോന്നിക്കും, പക്ഷെ നല്ല ഡ്രസ്സ് വെളിയിലൊക്കെ ഇട്ടുകൊണ്ട് പോകാൻ നല്ലതാണ് കേട്ടോ. അതിൻ്റെ ഇവിടെ ഇങ്ങനെ കോളർ വന്നിട്ട് ഇവിടെ വലിയ ബട്ടൺസ് ഒക്കെ ഉണ്ട്. ഇത് വെളിയിലൊക്കെ ഇട്ടുകൊണ്ട് പോകാൻ നല്ലതാണ് കേട്ടോ. ഇത് മോനുള്ള ഡ്രസ്സ്. മോന് അത്രയും ഡ്രസ്സുകളില്ല. മോന് ഇത് ആണിങ്ങനെ അതിനകത്ത് ബനിയനും കോട്ടും പിന്നെ അതിൻ്റെ പാൻറ്റ് ജീൻസാണ് കേട്ടോ. അതിൻ്റെ പാൻറ്റാണ്. മോൾക്കാണ് കൂടുതൽ ഡ്രസ്സ് ഇട്ടിരിക്കുന്നവർ. പിന്നെ ഇത് പട്ടുപാവാട. എല്ലാം ചേച്ചി കൊണ്ടുവന്ന് മോൾക്ക് കൊടുത്തിട്ട് ഗിഫ്റ്റുകളാണ് കേട്ടോ. ഇതും അതിൻ്റെ ഉടുപ്പ്. ഗൾഫിൽ നിന്നൊക്കെ നമ്മൾ നാട്ടിൽ നിന്ന് വരും, അല്ല ഗൾഫിലുള്ളവർ നാട്ടിൽ നിന്ന് നമുക്ക് ഗിഫ്റ്റൊക്കെ കൊണ്ടുവരുന്നത് ഭയങ്കര ഇഷ്ടമാണല്ലോ. നമുക്ക് വല്ലപ്പോഴും നാട്ടിൽ ഇങ്ങനെയുള്ള ഹ്യൂജ് ഗിഫ്റ്റുകളൊക്കെ കിട്ടുന്നത്, അതൊക്കെ നമുക്ക് ഭയങ്കര സന്തോഷമാണ്. ഇത് ഒരു പൂവിൻ്റെ ഉടുപ്പ്, ഫ്രണ്ടിൽ പൂവ് വർക്കുള്ള. ഇതെല്ലാം മോൾക്ക് വലുതാകുമ്പോൾ ഇടാനുള്ളതാണ്, അതൊക്കെ ഇനി മാറ്റി വെക്കണം. ഇത് ഫ്രണ്ടിൽ ഇങ്ങനെ വർക്കുള്ള കോട്ടുള്ളത്, ഇങ്ങനെ വരുന്നത് ബാക്കിലോട്ട് ഇങ്ങനെ പ്രില്ലായിട്ട് കിടക്കുന്നു. ഇതെല്ലാം പിന്നെ ഇങ്ങനെ അകത്തിടാനും ഒക്കെ ഉപയോഗിക്കാം. ബനിയൻ ടൈപ്പാണ്. ഇതും ഒരു ഉടുപ്പാണ് കേട്ടോ. ഇതും എനിക്കിഷ്ടമാണ് കേട്ടോ. ഞാൻ മോൾക്ക് ഗിഫ്റ്റ് കിട്ടിയപ്പോൾ ഇത്രയും ഗിഫ്റ്റ് കിട്ടിയ ഞാൻ വിചാരിക്കരുത്, അയ്യോ കുഞ്ഞു ഉച്ചായിട്ട് അങ്ങനെ ഇരുന്നാൽ മതിയായിരുന്നു, നമുക്ക് ഇത്രയും ബാക്കി കിട്ടത്തില്ലെന്ന് ഞാൻ പറയുകയും ചെയ്തു. ഇതിങ്ങനെ 2 നിക്കറായിട്ട് വരും, മേളി ഇങ്ങനെ ബനിയൻ ഒരുമിച്ച് ഇങ്ങനെ ഇടാവുന്നതാണ് കേട്ടോ. കുറേ ഡ്രസ്സ് കിട്ടിയിട്ടുണ്ട് മോൾക്ക്. ഇത് ബനിയൻ. എല്ലാ പ്രാവശ്യം ചേച്ചി ഫ്രോക്കാണ് കൂടുതൽ കൊണ്ടുവരുന്നത്. ഇപ്രാവശ്യം പാൻറ്റ് ഉടുപ്പാണ്. ഇത് ഇങ്ങനെയുള്ള ഉടുപ്പ് നെറ്റ് വർക്ക്, നെറ്റിൻ്റെ വർക്ക് വരുന്നത്. ഇതും പാൻറ്റ്. ഇതിങ്ങനെ സൈഡിൽ നമുക്ക് ഇവിടെ ഇങ്ങനെ ഇതുണ്ട്, സ്ലീവ് എന്തുവാ എലാസ്റ്റിക് ഉണ്ട്. അതിങ്ങനെ വണ്ണം കുറയ്ക്കാനേ നമ്മുടെ ബട്ടൺസ് കിട്ടിയിട്ട് ഇങ്ങനെ വണ്ണം കുറയ്ക്കാവുന്ന ടൈപ്പ് ഇതാണ് കേട്ടോ. ടൈപ്പല്ല, അങ്ങനെ വണ്ണം കുറയ്ക്കാവുന്നതാണ്. ഇതും വേറൊരു ഉടുപ്പ്. മീൻസ് അങ്ങനെ ഗിൽറ്റ് വരുന്നത്. അടുത്ത ഇതൊരു ഫ്രോക്കാണ് കേട്ടോ, വൈറ്റ് ഫ്രോക്ക്. കാണിക്കാം, വൈറ്റ് ഫ്രോക്ക്. വൈറ്റ് അല്ല, ഒരു യെല്ലോ ഷെയ്ഡ് ഗൗൺ പോലുള്ള ഡ്രസ്സാണ് കേട്ടോ. ഇതെല്ലാം ഇത് മാത്രമേ ഉള്ളൂ ഫ്രോക്കായിട്ടുള്ളത്, ബാക്കിയെല്ലാം പാൻറ് ഉടുപ്പാണ്. ഒരു പാവാട. അങ്ങനെ കുറേ ഡ്രസ്സ് കഴിഞ്ഞിട്ടുണ്ട്. ഇതെല്ലാം കണ്ട് ഞാൻ ഇങ്ങനെ വിഷമിച്ചിരിക്കുക, എനിക്കൊന്നും കിട്ടിയില്ലല്ലോ എന്ന് വിഷമിച്ചിരിക്കുക. പിന്നെ മോക്ക് കിട്ടിയോണ്ടൊരു സന്തോഷം, നമ്മുടെ മോക്കല്ലേ. ഇതതിൻ്റെ ഉടുപ്പാന്ന് തോന്നുന്നു. ഇതൊരു ഫ്രോക്കുണ്ട്, നെറ്റിൻ്റെ ഫ്രോക്ക്. ഇതെല്ലാം നെറ്റാണ് കേട്ടോ, നല്ല വർക്കൊക്കെ ഉണ്ട്. കുഞ്ഞായിട്ടിരുന്നാൽ മതി, ഒന്ന് കുറേ ഡ്രസ്സ് ഇട്ടേനെ. ഇതെല്ലാം ഇങ്ങനെ ഫ്രോക്ക് ടൈപ്പും പാൻറ്റും ഉടുക്കും കേട്ടോ. അതുകൊണ്ട് പെട്ടെന്ന് എവിടെയെങ്കിലും പോകുമ്പം എടുത്തുകൊണ്ട് ഓടി ഇട്ടുകൊണ്ട് പോകാം. ഇതിങ്ങനെ ഒരു ഉടുപ്പാണ് കേട്ടോ, ഫ്രോക്ക്. ഇത് പിന്നെ ചേച്ചി നമുക്കിവിടെ തണുപ്പ്, നമ്മൾ പുല്ലൂരാണേ, അന്നേരം തണുപ്പൊക്കെ ഉണ്ടായിട്ട് ഇത് പാൻറ്റിൻ്റെ കൂടെ വേണമെങ്കിലും ഇടാം. ഇത് എനിക്കായിട്ട് കൊണ്ട് തന്നെയാണ്. പാൻറ്റിൻ്റെ കൂടെ വേണമെങ്കിലും ഇടാം, പിന്നെ സ്വെറ്ററായിട്ടും ഇടാം.
എല്ലാം കൊണ്ടും കൊള്ളാം. ഇത് പാൻ്റാണ് കേട്ടോ. ഇതിൽ ഇത്രയാണ് ഗിഫ്റ്റ് കിട്ടിയേക്കുന്നത്. പിന്നെ അങ്ങനെയുള്ളത് മോൾക്ക് അത്രയാണ് ഗിഫ്റ്റ് കിട്ടിയേക്കുന്നത് കേട്ടോ. ഇത്രയും ഗിഫ്റ്റുകളാണ്. എനിക്ക് സന്തോഷം കൊണ്ട് ഇരിക്കാൻ വയ്യ എന്ന് വേണമെങ്കിൽ പറയാം. നമുക്ക് മോൾക്ക് കിട്ടിയാലും നമുക്ക് എന്നെ കിട്ടിയതുപോലെ തന്നെയാണല്ലോ. അന്നേരം ഒത്തിരി സന്തോഷമുണ്ട്. അളിയനും ചേച്ചിക്കും അവരോട് ഞാൻ ഇന്നലെ വന്നപ്പോൾ താങ്ക്സൊക്കെ പറഞ്ഞു. എന്നാലും ഈ വീഡിയോ കൂടെ എൻ്റെ താങ്ക്സ് അറിയുകയാണ്. എൻ്റെ ഹസ്ബൻഡാണ് ഇത്രയും മുട്ടായി കൊടുത്തുവിട്ടേക്കുന്നത്. അത് പിന്നെ പറയേണ്ട കാര്യമില്ലല്ലോ. അപ്പോൾ ഇത്രയൊക്കെയാണ് വീഡിയോ. എനിക്ക് പനിയുണ്ട്, അതിനാണ് ഈ തൊണ്ടയടപ്പ്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പം അടുത്ത വീഡിയോ